إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യകളും ആധാരമാക്കിക്കൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അഥവാ ദിക്റുള്ള രണ്ട് സംഗതിയാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, മറുഭാഗത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലായ്മ അഥവാ നിസിയാൻ, മറവി. അള്ളാഹുവിനെ കുറിച്ച് മറവി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് തീർച്ചയായും അങ്ങേയറ്റം വലിയ അധപ്പതനത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തും എന്നതാണ്. മനുഷ്യനൊരു ജീവസുറ്റ ആളായി തീരുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവനിൽ ഉണ്ടാകുമ്പോഴാണ്. അതിന്റെ ഫളായിലുകൾ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നു. അയാൾ സാധുവായ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഇന്ന ശറാഇയൽ ഇസ്ലാമി ഖദ് കസുറത് അലയ്യ, ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ അധികമാണ്. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ പൂർണ്ണമായി കൊണ്ടു നടക്കാൻ കഴിയാത്ത അത്രയുമുണ്ട്. ഞാനൊരു പ്രയാസപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് കൊണ്ടു നടക്കാൻ വിഷമമുണ്ട്. എന്ന് വെച്ചാൽ നിസ്കാരം, നോമ്പ് തുടങ്ങിയിട്ടുള്ള ഫർളായ കാര്യങ്ങളെ കുറിച്ചല്ല, അതല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് സംഗതികൾ ദീനിലുണ്ട്. അതൊക്കെ കൊണ്ടു നടക്കാൻ പറ്റാത്ത വിധം എനിക്കൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഫഅഖ്ബിർനി, എനിക്ക് അങ്ങ് പറഞ്ഞു തരണം, ബി അംറിൻ അതശബ്ബസു ബിഹി, എനിക്ക് എപ്പോഴും മുറുകെ പിടിച്ചു കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു കാര്യം എനിക്ക് അങ്ങ് പറഞ്ഞു തരണം റസൂലേ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാക്ക് ഏത് സമയവും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് പച്ച പിടിച്ചതായി നിൽക്കണം. നാക്കിൽ ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാകണം. അത് ഒരു പ്രയാസപ്പെട്ട പണിയല്ല. മനുഷ്യൻ ഏത് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ അതുപോലെ പറയാൻ പഠിപ്പിക്കപ്പെട്ടതായ ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടതായ സമയങ്ങളിൽ ചൊല്ലുകയും പറയുകയും ചെയ്യുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം, അങ്ങനെയൊക്കെ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. അത്തരം ദിക്റുകൾ കൊണ്ട് നിന്റെ നാവ് ഏത് സമയവും പച്ച പിടിച്ചതായി നിൽക്കുക.
അത് നിനക്ക് എളുപ്പവും കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് അവിടുന്ന് ആ മനുഷ്യനെ ഉപദേശിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും നല്ല അമലുകളെ പറ്റി പറഞ്ഞു തരട്ടെ. അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅസ്കാഹാ ഇൻദ മലീകികും, നിങ്ങളുടെ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിങ്കൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളതുമായ അമലുകൾ ഞാൻ പറഞ്ഞു തരട്ടെ. വഅർഫഉഹാ ഫീ ദറജാതികും, നിങ്ങളുടെ പദവികൾ ഉയർത്തുന്നതായ അമല് പറഞ്ഞു തരട്ടെ. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൂ അദുവക്കും വയദ്രിബു അഅനാഖഹും, നിങ്ങൾ യുദ്ധത്തിൽ ജിഹാദിന് വേണ്ടി പോകുന്നതിനേക്കാൾ, അങ്ങനെ നിങ്ങൾ അവരുടെ കഴുത്തും അവർ നിങ്ങളുടെ കഴുത്തും വെട്ടുന്നതിനേക്കാൾ, എന്ന് പറഞ്ഞാൽ യുദ്ധാവസ്ഥയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രയാസങ്ങൾ സഹിച്ച് അള്ളാഹുവിന്റെ പുണ്യം നേടുന്നതിനേക്കാൾ പുണ്യപ്പെട്ട ഖൈറായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖാലു യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, അതേ അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്കത് പറഞ്ഞു തരണം. റസൂല് പറഞ്ഞു കൊടുത്തു, ഖാല ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുക എന്നതാണ് ഇതിനേക്കാളൊക്കെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദ്യം ഉണ്ടാകേണ്ടത് അതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്നതോട് കൂടി ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് തൊട്ടു പിന്നാലെ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ. അപ്പൊ ഏതൊരു അമലാകട്ടെ, ഏതൊരു പുണ്യമാകട്ടെ, അതിൽ ഒന്നാമതായി മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകേണ്ട കാര്യം ദിക്റുള്ളയാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ദീനിൽ എത്രമാത്രം വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന ആശയം വളച്ചുകെട്ടില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ദിക്റുകൾ? ദിക്ർ എന്ന് പറഞ്ഞാൽ 2-3 തരത്തിലാണ്. ഒന്ന് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ദിക്ർ, 2 മനുഷ്യന്റെ നാക്കിലുണ്ടാകുന്ന ദിക്ർ, മൂന്നാമത്തത് മനുഷ്യന്റെ അവയവങ്ങളിലൂടെ ഉണ്ടാകുന്ന ദിക്ർ. ഇങ്ങനെ 3 തരത്തിൽ ദിക്ർ. എന്നാലും ദിക്ർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഉരുവിടേണ്ട ഒരു സംഗതി മാത്രല്ല, ഉരുവിടേണ്ട സംഗതി മാത്രല്ല, മറിച്ച് അത് മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ദിക്റാണ്. എങ്ങനെയാ മനസ്സിൽ ദിക്ർ ഉണ്ടാവുക? നമ്മളൊക്കെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിഅമത്താകുന്നു എന്ന ഇഅ്തിറാഫ്, അത് നമ്മൾ അംഗീകരിക്കുന്ന, മനസ്സുകൊണ്ട് സമ്മതിക്കുക ഇതൊക്കെ അള്ളാഹിന്റെ നിഅമത്താണെന്ന് ഒരാൾ അംഗീകരിച്ചാൽ അയാളെ മനസ്സിൽ എന്തുണ്ട്? അള്ളാഹിനെ കുറിച്ച് ദിക്റായി. രണ്ടാമത്തെ കാര്യം നാക്കുകൊണ്ടുള്ള ദിക്റാണ്. നാക്കുകൊണ്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ നിഅമത്ത് അനുഭവിക്കുന്നവൻ അതിനോടൊരു നന്ദി പ്രകാശിപ്പിക്കണം. ആ നന്ദി പ്രകാശനമായി വരുന്ന കാര്യമാണ് അവനവന്റെ നാക്കിലൂടെ വെളിപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്, ഒരു നന്ദിയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് ദിക്റുകളാണെങ്കിലും ശരി, ആ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ പറയുമ്പോ അത് അള്ളാഹുവിനെ കുറിച്ച് വാഴ്ത്തൽ മാത്രല്ല, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി പ്രകാശിപ്പിക്കലാണ്. മൂന്നാമത്തെ കാര്യം മനുഷ്യന്റെ അവയവങ്ങൾ കൊണ്ടുള്ള ദിക്റാണ്. അതെങ്ങനെയാണ്? അള്ളാഹു തആല പല കാര്യങ്ങൾ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്, ഇന്നതൊക്കെ ചെയ്യണം എന്ന് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ മാനസികാവസ്ഥ ഉണ്ടാവുക, അതെന്താണ്? ദിക്റാണ്. അവനവന്റെ അവയവങ്ങൾ കൊണ്ട് ദിക്റാണ്. ഇന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ കണ്ടാൽ ഉടനെ മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ളതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന ബോധവും ഒരാൾക്കുണ്ടെങ്കിൽ, അതൊരാള് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നടപ്പാക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്തിലാണ്? അയാൾ അള്ളാഹുവിന്റെ ദിക്റിലാണ്. ഈ നിലയിലാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ സകല ബന്ധങ്ങളിലും സ്വരുക്കൂടി നിൽക്കുന്ന ഒരു സംഗതിയാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ദിക്ർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാം കൂടി സമ്മേളിക്കണം, അർത്ഥം അറിയണം, മനസ്സിലാക്കണം. മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന ദിക്ർ മാത്രമേ യഥാർത്ഥത്തിൽ ദിക്റാവുന്നുള്ളൂ. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് നമ്മൾ എന്താകുന്നത്? പറയുന്നത്. നമ്മുടെ നാക്കിലൂടെ പുറത്തേക്ക് വരുന്നതായ ഒരു വാക്ക് അത് നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാകുന്നതാകണം. അപ്പോഴാണ് എന്താകുന്നത്? അത് ശരിയായ ദിക്റാകുന്നത്. ഇപ്പൊ നിത്യജീവിതത്തിൽ, വിശ്വാസിയുടെ ജീവിതത്തിൽ
അനവധി തവണ ദിവസങ്ങൾ പറയേണ്ട ദിക്റായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര നമ്മൾ ചെല്ലണം? ഇഷ്ടംപോലെ സമയത്ത് ചെല്ലേണ്ടതാണ്. അത് ചെല്ലാൻ പ്രത്യേകമായ സമയവും പറഞ്ഞു. നിസ്കരിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ചെല്ലേണ്ട ദിക്റാണ്. അങ്ങനെ രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട ദിക്റിന്റെ കൂട്ടത്തിൽ ഉള്ള ദിക്റാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ, ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ എല്ലാ സംസ്കാരവും അവന്റെ വിശ്വാസവും പ്രതിഫലിപ്പിക്കുന്ന ഒരു വചനമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദ, അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല, ഒരു ആരാധ്യനില്ല, പ്രാർത്ഥിക്കപ്പെടേണ്ടവനില്ല, ആരാധിക്കപ്പെടേണ്ടതില്ല. ലാ ശരീക ലഹ്, അവന് പങ്കുകാരായി ആരുമില്ല. ലഹുൽ മുൽക്കു, അവന്റെ കയ്യിലാണ് എല്ലാ അധികാരവും ഉള്ളത്, രാജാധിപത്യം അവന്റേതാണ്. അതുകൊണ്ട് വലഹുൽ ഹംദു, അവനാണ് സ്തുതിക്കപ്പെടേണ്ടത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇത് നമ്മളൊരു സമ്മത പ്രഖ്യാപനാണ്. ഈ പ്രഖ്യാപനം നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ പറയുന്നതിന്റെ ഫദ്ല് പറഞ്ഞ ഹദീസുകൾ ഉണ്ടാവും. ഇതൊരുത്തൻ മൻ ഖാലഹാ മിഅത മറ, ഒരു ദിവസത്തിൽ 100 തവണ ഒരുത്തൻ പറഞ്ഞാൽ ഫകഅന്നമാ അഅതഖ അർബഅത റിഖാബിൻ മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ചവനെ പോലെയാണ് അവൻ. 100 തവണ ഈ ദിക്ർ ഒരാൾ പറഞ്ഞാൽ ഇസ്മായിൽ സന്തതിയിലെ 4 അടിമയെ മോചിപ്പിച്ചവനെ പോലെയാണ്. വലഹു മിഅതു ഹസന, 100 തവണ പറഞ്ഞാൽ അവൻ 100 ഹസനത്ത് കൂലിയാണ്. വതഹത്തു അൻഹു മിഅതു സയ്യ, അതേപോലെ തന്നെ 100 പാപങ്ങൾ, തിന്മകൾ അവൻ അത് കൊഴിച്ചു കളയുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് ഹദീസുകളുണ്ട് ഇതിന്റെ ഫളായിലുകൾ വിശദീകരിക്കുന്ന. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഇത്രയും വലിയ മാഹാത്മ്യമുള്ള, ഇത്രയും വലിയ പ്രതിഫലമുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുമ്പോഴല്ലേ അതിന് വിലയുള്ളൂ. ഈ പറഞ്ഞ കാര്യം എന്താന്ന് ഒരാൾക്ക് അറിയുന്നില്ല, ഒന്നും അയാൾക്ക് അറിയില്ല. എന്ന് മാത്രല്ല, ഇത് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന കാര്യത്തിന് എതിരായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് താനും. അങ്ങനെയുള്ള തന്നെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി അർത്ഥം അറിയാത്തവർക്ക് കൂലിയില്ല എന്നല്ല, ഒരാൾക്ക് അർത്ഥം മനസ്സിലായില്ല, പക്ഷെ അയാൾ വിചാരിക്കുന്നത് എന്താണ്? ഇത് അള്ളാഹു താല പഠിപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ റസൂല് ശരിയാക്കി കാണിച്ചു തന്നതാണ്, ഇന്നത് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ഒരാൾ കാണാതെ പഠിച്ച് ഈ സമയങ്ങളിലൊക്കെ ചെയ്താൽ അവൻ ദിക്റിലാണ്, അവൻ പുണ്യമുള്ളവനാണ്. പക്ഷേ ആ പുണ്യം യഥാർത്ഥ കാമിലായ ദിക്റാകണം. എന്ത് വേണം? അവനത് മനസ്സിലാക്കണം, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അംഗീകരിച്ച് പറയുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അർത്ഥവത്തായ ഒരു കാര്യമാണ്. അതേ അവസരം ഈ ദിക്ർ പറയുന്ന ഒരുത്തൻ എന്നും ഏതെങ്കിലും ഖബറിന്റെ അടുത്ത് പോകുന്നു, ആ ഖബറിലുള്ളവരോട് പ്രാർത്ഥിക്കുന്നു, അവിടെ ബറക്കത്ത് തേടാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള ശിർക്കിന്റെയും കുഫറിന്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസം ഒരുത്തൻ വെച്ചു വരുത്തുന്നു, അതൊക്കെ ചെയ്യുന്ന ഒരുത്തൻ 1001 പ്രാവശ്യം ഈ ദിക്ർ പറഞ്ഞിട്ട് എന്താ കാര്യം? ഓനോട് വല്ല മെച്ചമുണ്ടാവോ? ഒരു മെച്ചമില്ല. എന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യം എന്ത് എന്ന് മനസ്സിൽ അംഗീകരിച്ച് അറിഞ്ഞ് ബോധ്യപ്പെട്ട് പറയുമ്പോൾ മാത്രമാണ് ആ ദിക്ർ അതിന്റെ ഫലപ്രാപ്തിയിലെത്തുന്നത് എന്നാണ് ഉലമാക്കന്മാര് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ദിക്ർ 3 തരമാണ്. ഒന്നെന്താണ്? സലാസത്തു ഹാലാത്ത്. ഒരാൾ ദിക്ർ പറയുമ്പോൾ അയാൾ 3 അവസ്ഥയിലാണ്. യകൂനു ബിൽ ഖൽബി വൽ ലിസാൻ, അത് എന്തുകൊണ്ടാകാം? മനസ്സുകൊണ്ട്, അതായത് കൽബ് കൊണ്ടും ലിസാന് കൊണ്ടും, നാക്ക് കൊണ്ടും, രണ്ടും. ഈ രണ്ടിനും, കൽബിനും ലിസാനിനും പങ്കാളിത്തമുള്ള ദിക്ർ. രണ്ടാമത് പറയുന്നത് എന്താ? ബിൽ ഖൽബി വഹ്ദ, അയാളെ മനസ്സിൽ നല്ല ബോധ്യമുണ്ട്, മനസ്സിൽ ദിക്റുള്ളവനാണ്, പക്ഷെ വായോണ്ട് അയാൾ പറയുന്നില്ല. മൂന്നാമത്തത് ബിൽ ലിസാനി വഹ്ദ, അയാളെ നാക്കിലുണ്ട്, നാക്കിലെ സമയം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മനസ്സിലില്ല. ഈ 3 അവസ്ഥകളാണ് ദിക്ർ ചെല്ലുന്നവരായ ആളുകൾക്ക് ഉള്ളത്. ശൈഖ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ സംഗതിയെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അഫ്ളു ദിക്രി മാ തവാത അലൈഹിൽ ഖൽബു വൽ ലിസാൻ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണെന്ന് ചോദിച്ചാൽ ഒരാളുടെ ഹൃദയം അയാളുടെ നാക്കിനോട് യോജിച്ചു വരലാണ്. മനസ്സിൽ വിചാരിക്കുന്ന, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, ആ വിശ്വാസങ്ങൾ അതേപോലെ ദിക്റായിക്കൊണ്ട് അയാളുടെ വാക്കിലൂടെ പുറത്തേക്ക് ചാടുന്നുണ്ട് എങ്കിൽ, അതായത് വാക്കുണ്ട് അയാൾക്ക് മനസ്സുണ്ട്, രണ്ടും ഒരുപോലെ നിലയിൽ യോജിച്ച നിലയിലാണ് എങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. ഇന്നമാ കാന ദിക്റുൽ ഖൽബി വഹ്ദ അഫ്ളലു മിൻ ദിക്രിൽ ലിസാൻ. അതേ അവസരം ഹൃദയം കൊണ്ട് മാത്രമാണ് ഒരാൾ ദിക്ർ ചെയ്യുന്നത്, അയാളെ നാക്കൽ പങ്കാളിയാകുന്നില്ല എങ്കിലോ
അഫ്ളലു മിൻ ദിക്രിൽ ലിസാനി വഹദ, നാക്കുകൊണ്ട് മാത്രം ദിക്ർ പറയുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ഉണ്ടാകലാണ്. കാരണം എന്താണെന്നറിയോ? ലിഅന്ന ദിക്റൽ ഖൽബ്, മനസ്സിന്റെ ഉള്ളിലുള്ള ദിക്ർ, ഓർമ്മ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ അത് യുസ്മിറു അൽ മഅരിഫ, അറിവിനെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, അറിവിനെ ഫലം ചെയ്യുന്നതാണ്. സമറ യുസ്മിറു എന്ന് പറഞ്ഞാൽ ഫലം ഉണ്ടാകുക. മാവിൽ നിന്നും മാങ്ങ ഉണ്ടായാൽ മാവ് എന്ന സാധനത്തിൽ നിന്നും ഉണ്ടാകുന്ന ഫലമാണെന്ത്? മാങ്ങ. അതേപോലെ തന്നെ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്നതിൽ നിന്നുണ്ടാകുന്നതാണ് മഅരിഫത്ത്, അറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ത്, അള്ളാഹു ഇഷ്ടപ്പെടാത്തത് എന്ത് എന്നതിനെ കുറിച്ചുള്ള അറിയാനുള്ള ത്വര ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ അയാളിൽ എന്തുണ്ടാകണം? ദിക്ർ ഉണ്ടാകണം. രണ്ടാമത്തതോ വയുഹീജുൽ മഹബ്ബ, മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇഷ്ടത്തെ അത് ഇളക്കി വിടും. അത് ദിക്ർ ഉണ്ടെങ്കിലേ അള്ളാഹിനെ കുറിച്ചുള്ള മഹബ്ബത്ത് ഉണ്ടാവുകയുള്ളൂ. പിന്നെയോ വയുസ്മിറുൽ ഹയാ, മനുഷ്യന് ഏറ്റവും ആവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവമാണ് ലജ്ജ ഉണ്ടാവുക എന്നുള്ളത്. ലജ്ജ ഉണ്ടാവുക, ഉളുപ്പുണ്ടാവുക. അത് ഉളുപ്പ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് വേർപെട്ടു പോയാൽ കഴിഞ്ഞാൽ അവൻ എന്തുമാകും. അപ്പോ ഹയാ എന്ന് പറയുന്ന സംഗതിയെ ഉൽപ്പാദിപ്പിക്കുന്ന, അത് ഫലം കായ്പിക്കുന്ന സംഗതിയാണെന്ത്? ദിക്റുല്ലാഹ്. വയബഅസു അലൽ മഖാഫ, മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഇളക്കിവിടുന്നതാകുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഒരാളിൽ ഉണ്ടാകുക എന്നുള്ളത്. വയദ്ഉ ഇലൽ മുറാഖബ, എന്നെ സദാസമയവും റബ്ബ് സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന അള്ളാഹുവിന്റെ മുറാഖബത്തിനെ കുറിച്ചുള്ള ഒരു വിചാരം ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ അയാളിൽ എന്ത് വേണം? ദിക്ർ ഉണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ഒരാള് ഉപേക്ഷ വരുത്താതിരിക്കാൻ, അള്ളാഹിനനുസരിച്ച് ജീവിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിലൊരു ഉപേക്ഷ വരുത്താതിരിക്കണമെങ്കിൽ എന്ത് വേണം? അയാൾ ദിക്ർ ഉണ്ടാകണം. തിന്മയിലും തെറ്റിലും, തിന്മയോടും തെറ്റിനോടും ഒരുതരം ഉദാസീനമായ നിലപാടുണ്ടായ, പേരും കുറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇപ്പൊ എന്ത് എന്ന വിചാരത്തിൽ തിന്മയോടും തെറ്റുകുറ്റങ്ങളോടും ഒരു ഉദാസീനമായ നിലപാട് ഇല്ലാതിരിക്കണമെങ്കിലും അവിടെ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. വദിക്റുൽ ലിസാനി വഹദ, എന്നാൽ നാക്കുകൊണ്ട് മാത്രം, മനസ്സിലില്ലാതെ നാക്കുകൊണ്ട് മാത്രമാണ് ഒരാൾ ദിക്ർ പറയുന്നെങ്കിലോ ലാ യൂജിബു ശൈഅൻ മിൻഹാ, ഇപ്പറഞ്ഞ ഫലങ്ങളൊന്നും അതിനുണ്ടാവില്ല. മനസ്സിൽ ഉണ്ടാകുന്ന ദിക്റിന്റെ ഫലങ്ങളൊന്നും എന്തുകൊണ്ടുണ്ടാവില്ല? നാക്കുകൊണ്ട് മാത്രം. അയാൾ അറിയുന്നില്ല, അയാൾ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ടല്ല അയാൾ പറയുന്നത്. അതുകൊണ്ട് ഈ ഫലങ്ങളൊന്നും ഉണ്ടാവില്ല. വാക്കുകൊണ്ട് മാത്രം, നാക്കുകൊണ്ട് മാത്രം ഒരാൾ ദിക്ർ ഉരുവിട്ട് പറയുകയെങ്കിൽ അതിന്റെ ഫലം വളരെ ദുർബലമായിരിക്കും. കൂലില്ല എന്നല്ല, പ്രതിഫലാർഹനാണ്. അയാൾ പറയുന്നത് ശരിയായ ഈമാന്റെയും ഇഖ്ലാസിന്റെയും അടിസ്ഥാനത്തിൽ ആ ദിക്റിന്റെ താല്പര്യത്തിന് എതിരായ ഒരു കാര്യം അയാൾ സംഭവിക്കുന്നില്ല എങ്കിൽ അതൊക്കെ പ്രതിഫലാർഹമായ കാര്യം തന്നെയാണ്, സംശയമില്ല. എന്നാൽ അതിന്റെ ഫലം സമ്പൂർണമല്ല. ഫലം സമ്പൂർണമാകണ എപ്പോഴാ? മനസ്സറിഞ്ഞുകൊണ്ട് വാക്കുകൊണ്ട് നമ്മൾ പറയുമ്പോഴാണ്. അപ്പോഴേ അത് പൂർണ്ണാർത്ഥത്തിലാകുന്നുള്ളൂ. ഇനി ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് ദിക്റിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ദിക്റുല്ലാഹിൽ അർബാനി, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞ രണ്ടു തരമാണ്. ദിക്റുൽ ഖൽബി വ ദിക്റുൽ ലിസാൻ, കൽബ് കൊണ്ട്, ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക, രണ്ട് നാക്ക് കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക. ദിക്റുൽ ഖൽബി നൗആനി, ഇനി മനുഷ്യന്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നൗആനി, അതും രണ്ടിനമാണ്. അതിൽ ഒന്നാമത്തെ എന്താണ്? ഹുവ അർഫഉൽ അദ്കാരി വ അജല്ലിഹാ, അതിൽ ഒന്നാമത് പറയുന്നത് ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും സമുന്നതമായിട്ടുള്ളതും ഉന്നതമായിട്ടുള്ളതുമാണ്. അതെന്താണ്? അൽ ഫിക്റു ഫീ അളമത്തില്ലാഹി തആല വ ജലാലി, അല്ലാഹുവിന്റെ മഹത്വത്തെ കുറിച്ചും മഹാന്റെ മഹാത്മ്യത്തെ കുറിച്ചുള്ള ഫിക്ർ ഉണ്ടാകുക, ചിന്ത ഉണ്ടാകുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഭൂമി ലോകത്ത് മനുഷ്യന്റെ കൺമുമ്പിൽ കാണുന്ന സകല ചരാചരങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല
അടക്കി വെച്ചിട്ടുള്ള അവന്റെ അത്യത്ഭുതങ്ങൾ, അവന്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കുമ്പോ അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ദിക്റുണ്ട്, അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ കുറിച്ചുള്ള ഒരു ബോധമുണ്ട്. ആ ദിക്റാണ് ഏറ്റവും പരമമായ ദിക്റ്. വജബറൂതിഹി വമലകൂതിഹി, അള്ളാഹുവിന്റെ കഴിവിന്റെയും അവന്റെ മഹാത്മ്യത്തിന്റെയും അടയാളങ്ങളായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. വആയാതിഹി ഫീ സമാവാതിഹി വഅർളിഹി, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള ഫിക്ർ ഉണ്ടാകുക. അപ്പൊ ഫിക്ർ എന്താണ്? ഒരു ദിക്റാണ്. ചിന്ത എന്ന് പറഞ്ഞാൽ കാട് കയറിയ ചിന്തല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ബോധവും വിചാരവും ഉണ്ടാകാൻ തരത്തിൽ ഒരാളുടെ മനസ്സിൽ ഫിക്റുണ്ടോ, ആ ഫിക്റൊക്കെ എന്താണ്? ദിക്റുകളാണ്. അതാണ് ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ദിക്ർ. മാത്രല്ല ആ ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഖൈറു ദിക്രി അൽ ഖഫിയ്യു, ഖൈറു ദിക്രി അൽ ഖഫിയ്യു, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഒളിഞ്ഞിരിക്കുന്ന ദിക്റാണ്. മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദിക്റാണ്. നമ്മുടെ വിശ്വാസമാണത്. അള്ളാഹിനെ സംബന്ധിച്ചുള്ള നമ്മളെ വിചാരാണ്. അത് നമ്മൾ തൊള്ളോട് പറയുന്നില്ല, പറയാതെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ വിശ്വാസമാണ്. അതാകുന്നു ദിക്റിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഖഫിയായ ദിക്റാണ് എന്ന് അതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് ഹൃദയം കൊണ്ടുള്ള ദിക്റിൽ ദിക്റുഹു ബിൽ ഖൽബി, അള്ളാഹുവിനെ ഖൽബ് കൊണ്ട് ഓർക്കുക. ഐന്ദൽ അംരി വന്നഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ വരുമ്പോ, അള്ളാഹു വിലക്കിയ കാര്യം വരുമ്പോ, ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, കൽപ്പന വരുമ്പോ അതിനോട് ദിക്റുണ്ടാണ്. നമ്മൾ നടന്നു പോവുകയാണ്, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു, ജമാഅത്തിന്റെ സമയമായി. ആ സമയമായി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പള്ളി വിട്ടു പോകാൻ പിന്നെ ഒരു മനസ്സുണ്ടാകാൻ പാടില്ല. ആ ജമാഅത്ത് ഒഴിവാക്കട്ടെ എന്ന് വിചാരം ഉണ്ടാകാൻ പാടില്ല. ആ വിചാരം ഉണ്ടായില്ലെങ്കിലോ ഒരു ദിക്റില്ല എന്ന. ദിക്റുള്ളവൻ എന്താണ്? ആ വിളി കേൾക്കും. ഹയ്യാല സലാ ഹയ്യാലൽ ഫലാ, ആ വിളി മറഞ്ഞു വെക്കാൻ, അതിനെ മറക്കാൻ, അത് കേട്ടില്ലെന്ന് നടിക്കാൻ അവന് കഴിയില്ല. അള്ളാഹ് കൽപ്പിച്ച കാര്യമുണ്ടോ, ആ കാര്യം വരുമ്പോ അള്ളാഹുവിന് ഓർമ്മ വരിക, അത് ചെയ്യാനുള്ള ത്വര ഉണ്ടാകുക. രണ്ടാമത് അള്ളാഹു താല വിലക്കിയ കാര്യം, നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ, അങ്ങനെ വല്ല സംഗതികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഇത് അള്ളാഹു താല വിലക്കിയതാണ്, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ്, ഉടൻ അത് വർജിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക. അതാണെന്ത്? അതാണ് ദിക്റുഹു ബിൽ ഖൽബി, ദിക്ർ ഖൽബ് കൊണ്ടുണ്ടാകുന്ന രണ്ടാമത്തെ ദിക്ർ. ഫയംതസിലു മാ അമറ ബിഹി വയത്റുകു മാ നഹാ അൻഹു. അങ്ങനെയുള്ള ഒരാള്, ആ ദിക്റുള്ള ഒരാള് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യും, അള്ളാഹു വിലക്കിയതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇനി മൂന്നാമൊരു വകുപ്പുണ്ട്, എന്താണ്? വയഖിഫു അമ്മാ ഉശ്കില അലൈഹി, അള്ളാഹ് കൽപ്പിച്ചതാണോ, അള്ളാഹിന്റെ കൽപ്പനയിൽ പെട്ടൊരു കാര്യമാണോ, അള്ളാഹ് നിഷിദ്ധമാക്കിയതാണോ, രണ്ടിനെ കുറിച്ചും വേണ്ടത്ര ബോധമല്ല. അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടാവും. ഇതിപ്പോ ഹറാമിൽ പെടുവോ അതോ ഹലാലിൽ പെടുവോ എന്നൊക്കെ ഇഷ്കാൽ ഉണ്ടാകുന്ന കാര്യമാണെങ്കിലോ അത് കിടക്കട്ടെ, അതങ്ങോട്ട് ചെയ്യാന്ന് വിചാരിക്കില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ അയാള് ഒരു പെൻഡിങ്ങിൽ അവസ്ഥ എന്ന് പറയില്ലേ, പെൻഡിങ്ങിൽ നിർത്താൻ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കും. അത്തരം കാര്യങ്ങൾ ചെയ്യാനും പോകില്ല, ചെയ്യാതിരിക്കാനും പോകില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥ അതുണ്ടാകണം. ഇതൊക്കെ എന്താ പറയുന്നത്? ഇതൊക്കെയും ശരിക്കും ദിക്റിൽ നിന്നുണ്ടാകുന്നതാണ്. ശരിയായ ദിക്റുള്ള ഒരാളിൽ മാത്രമേ ഈ പറഞ്ഞ സംഗതികൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ദിക്ർ എന്ന് പറയുന്നത് കേവലം ഒരു ഉരുവിടൽ മാത്രമല്ല, മറിച്ച് എന്താണ്? അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിലുള്ള ഈ ദിക്റിൽ നിന്നുണ്ടാകണം. ഇനി ദിക്ർ എന്ന് പറഞ്ഞ സംഗതി, പഠിപ്പിക്കപ്പെട്ട ദിക്റൊക്കെ നമ്മൾ പരിശോധിക്കുക, വെറുതെ പറയാനുള്ളതല്ല. ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, അയാൾ വെറുതെ ഇരിക്കുമ്പോൾ പറഞ്ഞാൽ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അയാൾ വാഴ്ത്തി പറയുന്നു, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു. എന്താണ്? പുണ്യകരമായ ഒരു കാര്യമാണ്, പറഞ്ഞാൽ കൂലിയുള്ള കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന സംഗതികൾ എങ്ങനെയാ പറയുന്നതിനൊരു സന്ദർഭമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അത് പറയുമ്പോഴാണ് എന്താകുന്നത്, അത് അങ്ങേയറ്റം അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഇപ്പൊ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കൽപ്പിച്ച അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റിയ ചില പഠിപ്പിക്കപ്പെട്ട സന്ദർഭം, ആ സന്ദർഭം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ മാഹാത്മ്യം എത്ര ഉണ്ടെന്ന്. ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, നല്ല കുടുങ്ങി വിശന്ന് പൊരിയുന്നൊരു സമയത്ത് അയാൾ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയെങ്കിൽ തിരക്കിടില്ല എന്ന് അയാൾക്ക് തോന്നുന്നു, അയാൾ വെള്ളം കുടിക്കുന്നു. അതൊരു വല്ലാത്ത അനുഭൂതിയാണ്, വല്ലാത്തൊരു ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സന്ദർഭമാണത്. അങ്ങനെ അതെന്താണ്? ഒരാശ്വാസത്തിന്റെ സമയത്ത് അയാളെ വായിൽ നിന്ന് പുറത്തു വരേണ്ട വാക്കുണ്ട് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സ്തുതി അല്ലാഹ്ക്കാണ് എന്ന് പറയാം. അത് പറയാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. പഠിച്ചു വെക്കണം. ഭക്ഷണം കഴിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നമുക്ക് പറ്റിയാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയണം അൽഹംദുലില്ലാഹ്
അല്ലദീ അത്അമനി ഹാദാ, എനിക്കിത് തിന്നാൻ തന്നവനായ, എന്നത് തീറ്റിയവനായ അല്ലാഹുവിന് സ്തുതി. വറസഖനീഹി, എനിക്കത് തന്നവന് സ്തുതി. മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, എന്റെ കഴിവിന്റെയും ശക്തിയുടെയും അടിസ്ഥാനത്തിൽ കിട്ടിയതല്ല. നമുക്ക് ദുനിയാവ് കിട്ടുന്ന എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ വിചാരിക്കേണ്ടത്, നമ്മൾ കച്ചവടം ചെയ്തുണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ആരുടേതാണ്? അള്ളാന്റേതാണ്. നമ്മുടെ ജീവിതത്തിന്റെ സകല സമ്പാദ്യങ്ങളും, നാം കഴിക്കുന്ന ഓരോ ആഹാരത്തിന്റെ ഓരോ മണിയും അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ സ്തുതിക്കണം. അവൻ അൽഹംദുലില്ലാ സ്തുതിക്കണം. അത് സ്തുതി എന്ന് പറഞ്ഞാൽ ആ ഒരു സന്ദർഭം നമ്മൾ കിട്ടിയിട്ട് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ സന്ദർഭത്തിൽ നിന്ന് നമ്മുടെ മനസ്സിലൂടെ പുറത്തേക്ക് ഒഴുകി വരുന്ന ഒരു വാചകമാണ് അൽഹംദുലില്ലാ എന്ന്. അപ്പൊ അൽഹംദുലില്ലാക്ക് എത്രമാത്രം വെയിറ്റ് ഉണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ സന്ദർഭത്തിലും സാഹചര്യത്തിൽ നിന്നാണ് ഓരോ ദിക്റും ഉണ്ടാകേണ്ടത്. തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. നമുക്കറിയാലോ, ഈ ദുനിയാവിൽ ഒരു നല്ല ആഹാരം, ആഹാരിക്കാൻ വിചാരിച്ച ഒരു ആഹാരം കിട്ടിക്കഴിയാൻ താല്പര്യമുള്ളവന് കിട്ടാത്തവൻ എത്ര ഉണ്ട്? നമ്മൾക്ക് കിട്ടിയവരാണ്. കിട്ടിയവരായ ആളുകൾക്ക് അത് മനസ്സിലാണ്, കിട്ടാത്തവനെ കാണണം. അപ്പൊ കിട്ടാത്തവന്റെ ഒരു അവസ്ഥ എന്താണ്? അപ്പൊ നമുക്ക് കിട്ടിയത് നമ്മുടെ കഴിവല്ല, അള്ളാഹ് തന്നതാണ്. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, കോടികളുടെ സമ്പാദ്യം ദുനിയാവിലുണ്ട്, പക്ഷേ മധുരമുട്ട ഒരു ചായ കുടിക്കാൻ അവന് കഴിയില്ല, ചോറ് തിന്നാൻ കഴിയില്ല, നല്ല ആഹാരം കഴിക്കാൻ കഴിയില്ല. എന്തേ കാരണം? അള്ളാഹു താല അവൻ തടഞ്ഞു വെച്ചു. അപ്പൊ അവന് കഴിക്കാൻ പറ്റാത്ത അവന്റെ കയ്യിലില്ലാഞ്ഞിട്ടല്ല, ഉണ്ട്, ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ, കഴിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹ് തരണം, അള്ളാഹ് അനുവദിക്കണം. അപ്പൊ അതൊക്കെയും അള്ളാഹുവിന്റെ നിയമത്താണ്. അതുകൊണ്ട് സ്തുതിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോ, ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ഒരു സ്തുതി ഉണ്ടാകണം. അതാണ് സ്തുതി. ഓരോ ദിക്റിനും ഈ പറഞ്ഞ സംഗതി ഉണ്ട്. ഇനി ഒരാള് അൽഹംദുലില്ലാ എന്ന് പറയേണ്ട ഒരു സന്ദർഭം വേറെ ഏതാ? ഒരാള് തുമ്പി കഴിഞ്ഞാൽ ഉടനെ അൽഹംദുലില്ലാ, കേൾക്കുന്നവൻ യർഹമക്കല്ലാ. ഇതൊക്കെ ദീനിന്റെ നിയമങ്ങളാണ്. അപ്പൊ എന്തിനാണ് ഈ തുമ്മുടെ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്? തുമ്പുക എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി അറിവുള്ളവരായ ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഒരാള് തുമ്പുന്ന സമയത്ത് അയാളുടെ ഹൃദയം ഒരു നിശ്ചിതമായ സമയത്ത് ഓഫാവുന്നതാണ്. അപ്പൊ ആ ഓഫായെടുത്ത് തന്നെ നിന്നുപോയാലോ എന്താ സ്ഥിതി? ഹൃദയം എന്ന് പറഞ്ഞ സംഗതി ഓഫായെടുത്ത് തന്നെ അങ്ങ് നിന്നുപോയി വെക്കുക, പിന്നെ എന്താണ് അവന്റെ സ്ഥിതി? അപ്പൊ ഓഫാക്കാൻ ഇത് ഓണാക്കി വെച്ചവനായ റബ്ബിന് അത് ഓഫാക്കാൻ കഴിയല്ലോ. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു പ്രത്യേകമായ സന്ദർഭത്തിലാണ് പറഞ്ഞത് അൽഹംദുലില്ലാ, സ്തുതി അല്ലാഹുവിന്. ഇങ്ങനെ നമ്മൾക്ക് ഏതേത് അനുഗ്രഹങ്ങളും ഏതേത് നിയമത്തുകൾ കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് വേണം? ഈ സ്തുതിയുടെ വാചകങ്ങൾ ഉണ്ടാണ്. സ്തുതിക്കാന്ന് മാത്രല്ല, അള്ളാഹുവിനെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടോ അവനെ സ്തുതിച്ചുകൊണ്ടോ നാം പറയുന്ന ഓരോ കാര്യങ്ങളും അർത്ഥവത്തായി തീരുന്നത് അത് പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പോഴേ എന്താവും? അത് അർത്ഥവത്തായി തീരുന്നുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അള്ളാഹിന്റെ നിയമത്താണ് എന്ത്? ഹിദായത്ത് കിട്ടി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, ഖുർആനിലുള്ള വാചകമാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഇതുകൊണ്ട്, ഈ ഖുർആൻ കൊണ്ട്, ഈ ഇസ്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഹിദായത്ത് തന്നവനാകുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അവനുള്ളതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള, ദുനിയാവിൽ കിട്ടിയിട്ടുള്ളത് ഏറ്റവും വലിയ നിയമത്ത് എന്താ? മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി ജനിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലപ്പുറമൊന്നുമല്ല. ദുനിയാവിൽ വേറെ ഒന്നും കിട്ടുന്നേക്കാളും ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. അപ്പൊ അങ്ങനെ ഒരു സമ്പാദ്യം കിട്ടിയത് എങ്ങനെ? അല്ലാഹു തആല വേദഗ്രന്ഥങ്ങൾ ഇറക്കി, വിശുദ്ധ ഖുർആൻ തന്നു, അമ്പിയാക്കന്മാരെ അയച്ചു. അത് കേട്ട് മനസ്സിലാക്കി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റി. ഉൾക്കൊള്ളാത്തവൻ കോടികളാണ് ഇവിടെ, ഉൾക്കൊണ്ടവൻ കുറച്ചേ ഉള്ളൂ. അപ്പോ അത് ഉൾക്കൊള്ളാനുള്ള അവസരം നമുക്ക് കിട്ടിയത് അള്ളാന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു തആല ഇതിലേക്ക് നമുക്ക് ഹിദായത്ത് തന്നിട്ടില്ലെങ്കിൽ ഒരിക്കൽ നമുക്ക് ഈ സന്മാർഗത്തിലാകാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ അത് തന്നവനാരാ? അള്ളയാണ്. ഐ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ സന്ദർഭത്തിലേക്ക് എത്രമാത്രം വലിയ ഒരു അർത്ഥതലം അതിനുണ്ട്. ആ എല്ലാ ദിക്റിന്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ ദിക്ർ എന്ന് പറയുന്നത് കേവലം ഉരുവിടൽ മാത്രമല്ല, അതെന്താണ്? നമ്മുടെ മനസ്സിന്റെ സമ്മതത്തോടുകൂടി ഓരോ സന്ദർഭത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ നാക്കിലൂടെ പുറത്തു വരുന്ന കാര്യമാണ്. അപ്പോഴേ അതെന്താകുന്നു? സമ്പൂർണമായ ദിക്റാകുന്നുള്ളൂ. അത് അങ്ങനെ തന്നെ നമ്മൾ ദിക്ർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ അത് ഏതെങ്കിലും ഒരു ശൈഖിന്റെ കീഴിൽ പോയിട്ട് അവിടെ കാണുന്ന എന്തോ ഒരു കോപ്രായത്തിന് പറയുന്ന പേരാണ് ദിക്ർ എന്ന് മനസ്സിലാക്കിയവരാണ് വലിയൊരു വിഭാഗം
വിഭാഗം ആളുകൾ. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹിന്റെ ഖുർആനിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിലും അതേപോലെ തന്നെ അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചു തന്നതുമായ ദിക്ർ എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക, എല്ലാ വലാലത്തുകളെയും ഒഴിവാക്കുക, സുന്നത്തിന്റെയും അതുപോലെ തന്നെ ദീനിന്റെ ശരിയായ മാർഗത്തിലൂടെയും നമ്മൾ സഞ്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇനി ദിക്റില്ലാത്തവന്റെ അവസ്ഥ എന്താ? അത് ഖുർആൻ നമുക്ക് പറഞ്ഞു. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ മറന്നവനെ പോലെയാകരുത്. അള്ളാഹുവിനെ മറന്നവനെ പോലെയാകും. അള്ളാഹിനെ ഓർക്കണം, ദിക്റുണ്ടാകണം. അള്ളാഹിനെ മറന്നവനെ പോലെ നിങ്ങൾ ആകരുത്. മറന്നവന്റെ സ്ഥിതി എന്താ? ഫഅൻസാഹും അൻഫുസഹും. അവര് അങ്ങനെ അള്ളാഹുവിനെ മറന്നവരായ ആളുകളെ സ്വയം മറപ്പിക്കും. അള്ളാഹു തആല അവരെ സ്വയം മറപ്പിക്കും. അങ്ങനെ സ്വയം ഞാൻ മറന്നുപോയാലോ, എന്നെ ഞാൻ മറക്കാം. എങ്ങനെയാണ്? ഞാൻ എങ്ങനെയാ ജീവിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ മാർഗദർശനം ഇല്ലാതിരിക്കാം. എന്റെ ഇഷ്ടവും എന്റെ ഹവയും എന്റെ താല്പര്യവും അനുസരിച്ച് ഞാൻ ഇങ്ങനെ ജീവിക്കാം. എന്നെ ആരും നോക്കേണ്ടതില്ല, എന്നെ ആരും നിയന്ത്രിക്കേണ്ടതില്ല എന്നൊരു നിലവാരത്തിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദിക്റില്ല, ദിക്റിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരുത്തൻ ജീവിച്ചു കഴിഞ്ഞാൽ ഓൻ എവിടെ എത്തുക? ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവരാണ് താന്തോന്നികൾ, ഫാസിഖ്യങ്ങൾ, തമ്മാടികൾ എന്നൊക്കെ പറയാം. തമ്മാടികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ലേശം ഗൗരവം കൂടിയ മലയാളമായി തോന്നും. പക്ഷെ എന്താ, ഇതിന് വേറെ മലയാളം പറയാനില്ല. അതുകൊണ്ടാണ് ഫാസിക്കായി പോയവനാകുന്നു, താന്തോന്നിയാകുന്നു. അപ്പൊ താന്തോന്നിയാവുക എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ഒരാൾ എത്തുന്നത് എന്തുകൊണ്ടാണ്? ദിക്റില്ലാതെ പോകുന്നതാണ്. അപ്പോ ശരിയായ ദിക്റുള്ളവരായി നമ്മൾ ജീവിക്കണം എന്ന ആഹ്വാനമാണ് സത്യത്തിൽ ഈ പറഞ്ഞിട്ടുള്ള വചനങ്ങളിലൂടെയും ആയത്തുകളിലൂടെയും ഹദീസുകളൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. അത് നമ്മളെ ജീവിതത്തിൽ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ നിലനിർത്തുക.